റമദാനിൽ നമ്മൾ അത്തായം ഹെൽത്തി ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ലോ ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ചപ്പാത്തി ആയിക്കോട്ടെ, ഓട്സ് ആയിക്കോട്ടെ, അതുപോലെ തവിടുള്ള അരി ഉപയോഗിച്ചിട്ടുള്ള ചോറ്, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വൈറ്റ് റൈസ് ഒരുപാട് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഷുഗർ ഒരുപാട് ഉപയോഗിക്കാനും പാടില്ല. ഇത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് വിശപ്പുണ്ടാകും. സോ അത് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളും ഇൻക്ലൂഡ് ചെയ്യാം. ഫിഷ് ഉപയോഗിക്കാം, ചിക്കൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ്, പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫ്രൂട്ട് ഐറ്റംസ്, ഈത്തപ്പഴമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫാറ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ്സും ഉപയോഗിക്കാം. പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള നമ്മൾ ബനാന ആയിക്കോട്ടെ, ഫ്രൂട്ട്സിൽ ആപ്പിൾ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. അതൊരു മിനിമം 3 ടു 4 ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മൾ ഹൈഡ്രേറ്റ് ആക്കി നിർത്തും. പിന്നെ കോഫി ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഒരുപാട് കോഫി, നിങ്ങളിപ്പോൾ നിർബന്ധമുള്ള ഒരാളാണെങ്കിൽ ഒരു അര കപ്പ് കോഫിയൊക്കെ കുടിക്കും. പക്ഷേ ഒരുപാട് കോഫിയൊന്നും കുടിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള അത്തായം നിങ്ങൾക്ക് ഈ റമദാനിൽ ഉറപ്പിക്കാം.